തെന്നിന്ത്യൻ താരം തമന്ന ഭാട്ടിയും നടൻ വിജയ് വർമ്മയും പ്രണയം തുടങ്ങിയിട്ട് ഏറെ നാളായി. ഇപ്പോൾ പ്രണയത്തിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. രണ്ടുപേരും വിവാഹിതരാകാൻ പോകുകയാണ്. നടി തമന്നയുടെ ഈ വിവാഹ വാർത്തയാണ് ഇപ്പോഴത്തെ ചൂടുപിടിച്ച ചർച്ച. വിവാഹ തീയതിയടക്കം താരം ഉടൻ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. ബോളിവുഡ് നടൻ വിജയ് വർമ്മയാണ് വരൻ. ഇരുവരും ഡേറ്റിങ്ങിലായിരുന്നു. ലസ്റ്റ് സ്റ്റോറി 2 വിജയാഘോഷവേളയിൽ ഇരുവരും ഒന്നിച്ചെത്തിയതോടുകൂടി ആരാധകർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവാഹശേഷം രണ്ടുപേരും താമസിക്കാൻ മുംബൈയിൽ ആഡംബര അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ലസ്റ്റ് സ്ട്രീം 2 ചിത്രീകരണ സമയത്താണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് വിവരം. തമന്നയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി വിജയ് വർമ്മ വെളിപ്പെടുത്തിയത് യുബാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിലായിരുന്നു. എനിക്ക് വികാരങ്ങളെ തളിട്ട് പൂട്ടിവെക്കാനാവില്ല എന്ന മുഖവരയോടെയാണ് വിജയ് വർമ്മ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിൽ മറച്ചുവെക്കാൻ എന്തിരിക്കുന്നു. ഒരു ബന്ധം രഹസ്യമായി സൂക്ഷിക്കണമെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. ഒന്നിച്ചൊന്ന് പുറത്തു പോകാൻ കഴിയില്ല. കൂട്ടുകാർക്കൊപ്പം പോയാൽ അവരോടൊപ്പം ഫോട്ടോ എടുക്കാൻ കഴിയില്ല. അത്തരം നിയന്ത്രണങ്ങളോട് എനിക്ക് താല്പര്യമില്ല, വിജയ് പറഞ്ഞു. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നതിലാണ് സമൂഹത്തിൻ്റെ ശ്രദ്ധ. എല്ലായിടത്തും ഒരു പരദൂഷണമായി ഉണ്ടെന്ന് ചുരുക്കം. എല്ലാവർക്കും ബന്ധങ്ങൾ കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കലാണ് പണി. എൻ്റെ ജോലി ഞാൻ നന്നായി ചെയ്യുന്നു, അത് പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റൊന്നും എന്നെ ബാധിക്കുന്ന ചർച്ചകളെയല്ല, വിജയ് പറഞ്ഞു നിർത്തി. തെലുങ്ക്, തമിഴ്, ഹിന്ദി സിനിമകളിലാണ് തമന്ന കൂടുതലും അഭിനയിച്ചിരിക്കുന്നത്. കലൈമാമണി, സിംഹ തുടങ്ങിയ അവാർഡുകളും തമന്ന സ്വന്തമാക്കിയിട്ടുണ്ട്. രാജമൗലിയുടെ ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ സിനിമയിലൂടെയാണ് രാജ്യമൊട്ടുക്കും തമന്ന അറിയപ്പെട്ടത്. തൻ്റെ അനുഭവമായ സൗന്ദര്യവും അഭിനയശേഷിയും അപാരമായ സ്ക്രീൻ പ്രസൻസും കൊണ്ടാണ് തമന്ന ആരാധകരുടെ ഹൃദയം കീഴടക്കിയത്. മഹാരാഷ്ട്രയിലെ ബോംബെയിലാണ് തമന്ന ജനിച്ചത്. 13-ാം വയസ്സ് മുതൽ അഭിനയം പഠിക്കാൻ തുടങ്ങിയ തമന്ന ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. ശ്രീ എന്ന തെലുങ്ക് സിനിമയും കേടി എന്ന തമിഴ് ചിത്രത്തിലൂടെയും അരങ്ങേറി. ഹാപ്പി ഡേയ്സ്, കല്ലൂരി എന്നീ ചിത്രങ്ങൾ അവരുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവുകളായി. അയൻ, പയ്യ, സുര, സിരുതൈ, വീരം, ധർമ്മദുരൈ, ദേവി, സ്കെച്ച്, ജയിലർ, ബാഹുബലി 2 എന്നീ ചിത്രങ്ങളിൽ തമന്ന നിറഞ്ഞാടി. ഹിന്ദി സിനിമകളിലും സീരിയലുകളിലും പ്രവർത്തിക്കുന്ന നടനാണ് വിജയ് വർമ്മ. പിങ്ക് എന്ന ക്രൈം ഡ്രാമ ചിത്രത്തിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടി. ഗള്ളി ബോയ്, ബാഗി എന്നീ ചിത്രത്തിലൂടെ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഗള്ളി ബോയിലെ അഭിനയം നിരൂപകം പ്രശംസ നേടി. തൻ്റെ ജന്മനാടായ ഹൈദരാബാദിൽ നാടക കലാകാരനായാണ് വർമ്മ തൻ്റെ അഭിനയ യാത്ര ആരംഭിച്ചത്. ഏറ്റവും നിഗൂഢവും വൈദഗ്ധ്യവുമുള്ള നടന്മാരിൽ ഒരാളാണ് വിജയ് വർമ്മ എന്ന് ബോളിവുഡ് വിശേഷിപ്പിക്കുന്നു. ഗല്ലിയിലെ പ്രകടനം ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച 100 പ്രകടനങ്ങളിൽ ഒന്നാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. എന്തായാലും തമന്ന ഭാട്ടിയ്ക്കും വിജയ് വർമ്മയ്ക്കും GPS മീഡിയയുടെ എല്ലാ വിവാഹ മംഗള ആശംസകളും നേർന്നുകൊള്ളുന്നു.